വോട്ട് അധികാർ യാത്രയ്ക്ക് പിന്നാലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. മഹാഗഡ്ബന്ധൻ നേതാക്കൾ തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് പരാമർശം തമാശയാണെന്നാണ് ബിജെപിയുടെ പരിഹാസം. ബീഹാർ നിയമസഭാ മുന്നേറ്റത്തിന് മുന്നിലാണ് ഞാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമോ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDAയോ ആരാകും അടുത്ത സർക്കാർ രൂപീകരിക്കുക? ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? വോട്ടർ അധികാർ യാത്രയിലെ ജനപങ്കാളിത്തം വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെയും RJDയുടെയും ശ്രമം. തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കാൻ കഴിഞ്ഞുവെന്ന് നേതാക്കൾ കരുതുന്നു. വോട്ട് ചോരി വിഷയത്തിൽ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം തുടർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സീറ്റ് വിഭജന ചർച്ചയിൽ തർക്കം ഒഴിവാക്കണമെന്നാണ് നേതൃതലത്തിലെ ധാരണ. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് പരാമർശത്തിനെതിരെ BJP നേതാക്കൾ രംഗത്തെത്തി. राहुल गांधी विदेश के लिए जीते हैं, क्योंकि ये जब से विपक्ष के नेता बने हैं, अब LOP भी बने हैं, देश के बाहर जाकर के गालियां देना ये इनका फितरत हो गया. ബീഹാറിലേതിന് സമാനമായി മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ചേക്കും. യാത്ര ബീഹാറിൽ മാത്രം ഒതുങ്ങില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ, റിപ്പോർട്ടർ, ബീഹാർ.